Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. സക്സസീവ് ഗവൺമെൻറ്റ്സ്. സക്സസീവ് എന്നാൽ തുടർന്നു വരുന്ന എന്നുള്ള അർത്ഥമാണ്. തുടർച്ചയായിട്ടുള്ള, ക്രമമായിട്ടുള്ള, തുടർച്ചയായിട്ട് വരുന്ന ഗവൺമെൻറ്റുകൾ ഫെയിൽഡ്, പരാജയപ്പെട്ടു. ടു ടേക്കിൾ. ടേക്കിൾ എന്നാൽ കൈകാര്യം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. വൈൽഡ് ലൈഫ് അറ്റാക്സ്. വൈൽഡ് ലൈഫ് അറ്റാക്സ് എന്നാൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഇൻ കേരളത്തിൽ തുടർച്ചയായിട്ട് വരുന്ന ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, മനുഷ്യർക്ക് എതിരെയുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ തുടർച്ചയായിട്ട് വരുന്ന ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ, BJP ലീഡറായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. തിരുവനന്തപുരം, ജൂൺ 8. PTI എന്നുള്ളത് ന്യൂസ് ഏജൻസിയാണ്. കേരള BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഓൺ മൺഡേ അക്യൂസ്ഡ്. അക്യൂസ് എന്നാൽ ആരോപിക്കുക എന്നുള്ള അർത്ഥം. അക്യൂസ്ഡ്, ആരോപിച്ചു. ഓൺ മൺഡേ, തിങ്കളാഴ്ച. ബോത്ത് എന്നാൽ രണ്ട് പക്ഷത്തെയും. ദ റൂളിംഗ് കോൺഗ്രസ് ഹെഡഡ് UDF ആൻഡ് ദി ഓപ്പോസിഷൻ CPM ലെഡ് LDF ഓഫ് ഫെയിലിംഗ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം റൈസിംഗ് വൈൽഡ് ലൈഫ് അറ്റാക്സ് ഇൻ ദ സ്റ്റേറ്റ്. റൂളിംഗ് എന്നാൽ ഭരണത്തിലുള്ള എന്നുള്ള അർത്ഥമാണ്. കോൺഗ്രസ് ഹെഡഡ് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള. ഓപ്പോസിഷൻ എന്നാൽ പ്രതിപക്ഷം. പ്രൊട്ടക്റ്റ് എന്നാൽ സംരക്ഷിക്കുക. ഫെയിലിംഗ് ടു പ്രൊട്ടക്റ്റ് പീപ്പിൾ, ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. ഫ്രം റൈസിംഗ് വൈൽഡ് ലൈഫ് അറ്റാക്സ് ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത്, അത് തടയുന്നതിൽ പരാജയപ്പെട്ടു. അക്യൂസ്ഡ് ബോത്ത് ദ റൂളിംഗ് UDF ആൻഡ് ദ ഓപ്പോസിഷൻ LDF. ഇതിനർത്ഥം ഭരണകക്ഷിയായ UDFനെയും പ്രതിപക്ഷമായിട്ടുള്ള LDFനെയും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നുള്ള അർത്ഥമാണ്. ഫെയിലിംഗ് ടു പ്രൊട്ടക്ട് പീപ്പിൾ, ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. റൈസിംഗ് വൈൽഡ് ലൈഫ് അറ്റാക്സ് എന്നാൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങൾ. ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനത്ത്. ജൂൺ 8 പറഞ്ഞത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFും പ്രതിപക്ഷമായിട്ടുള്ള LDFും പരാജയപ്പെട്ടതായിട്ട് കേരള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിങ്കളാഴ്ച അദ്ദേഹം ആരോപിച്ചു. ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവനയിൽ, ചന്ദ്രശേഖർ അദ്ദേഹം റെപ്രസെൻറ്റ്സ് ദ നേമം സീറ്റ്. റെപ്രസെൻ്റ് എന്നാൽ പ്രതിനിധീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. നേമം മണ്ഡലത്തെ ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലിയിൽ നേമം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ചന്ദ്രശേഖർ അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ദി ഇൻക്രീസിങ് നമ്പർ ഓഫ് ഡെത്ത്സ്, ഉയർന്നു വരുന്ന മരണനിരക്ക്, ഇൻക്രീസിങ് എന്നാൽ വർദ്ധിക്കുന്ന, ആൻഡ് ഇഞ്ചുറീസ്, പരിക്കുകളും, കോസ്ഡ് ബൈ വൈൽഡ് എനിമൽസ്, വന്യമൃഗങ്ങളാൽ ഉണ്ടാകുന്ന മരണങ്ങളും പരിക്കുകളും, റിഫ്ലക്റ്റഡ് ഇൻ ദി ഇനബിലിറ്റി എന്നാൽ കഴിവില്ലായ്മ എന്നുള്ള അർത്ഥമാണ്. റിഫ്ലക്റ്റഡ് എന്നാൽ പ്രതിഫലിച്ച. ഇനബിലിറ്റി ഓഫ് സക്സസീവ് ഗവൺമെൻറ്റ്സ്, ഈ തുടർച്ചയായിട്ട് വരുന്ന ഗവൺമെൻറ്റുകൾ. ടു ഇൻഷുർ എന്നാൽ ഉറപ്പു നൽകുക, സംരക്ഷിക്കുക. ദ സേഫ്റ്റി ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ സുരക്ഷയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, സംരക്ഷണം നടത്തുന്ന കാര്യത്തിൽ. ഇൻ ലിവിങ് ഇൻ വൾണറബിൾ ഏരിയാസ്. വൾണറബിൾ എന്നാൽ പെട്ടെന്ന് പരിക്കേൽക്കുന്ന എന്നുള്ള അർത്ഥം. അതായത് മൃഗങ്ങൾക്ക് പെട്ടെന്ന് വന്നിട്ട് ആക്രമിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ, അതാണ്. ലിവിങ് ഇൻ വൾണറബിൾ ഏരിയാസ്, അത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഗവൺമെൻറ് കഴിവില്ലാത്തവരാണ്, പരാജയപ്പെട്ടു. റിഫ്ലക്റ്റഡ് ദി ഇനബിലിറ്റി ഓഫ് സക്സസീവ് ഗവൺമെൻറ്റ്സ്, ഇതിനർത്ഥം തുടർച്ചയായിട്ട് വരുന്ന സർക്കാരുകളുടെ കഴിവില്ലായ്മയെ പ്രതിഫലിപ്പിച്ചു എന്നാണ് അർത്ഥം. ഇൻഷുർ ദ സേഫ്റ്റി ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക.
പീപ്പിൾ ലിവിങ് ഇൻ വൾണറബിൾ ഏരിയാസ്, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, ഒരു പ്രസ്താവനയിൽ സംസ്ഥാന നിയമസഭയിലെ നിയമമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞു, വന്യമൃഗങ്ങൾ കാരണമുണ്ടാകുന്ന മരണങ്ങളും പരിക്കുകളും വർദ്ധിച്ചു വരുന്നു, അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ തുടർച്ചയായിട്ട് വരുന്ന ഗവൺമെൻറ്റുകളുടെ കഴിവില്ലായ്മയെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആസ് വൈൽഡ് ലൈഫ് അറ്റാക്സ് കണ്ടിന്യൂ ടു ഇൻറ്റൻസിഫൈ ഡേ ബൈ ഡേ ഇൻ കേരള. വൈൽഡ് ലൈഫ് അറ്റാക്സ്, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുന്നു, ഡേ ബൈ ഡേ ഇൻ കേരള, ദിനം പ്രതി, ഡേ ബൈ ഡേ എന്നാൽ ദിനം പ്രതി, കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആസ് എന്നാൽ അപ്പോൾ, തുടർന്നുകൊണ്ടിരിക്കുന്നു, ആയതുകൊണ്ട്, അതിനാൽ എന്നൊക്കെയാണ് അർത്ഥം. ബോത്ത് ദ LDF ആൻഡ് UDF, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും, വിച്ച് ഈ മുമ്പ് പറഞ്ഞ പാർട്ടികൾ ഹാവ് ആൾട്ടർനേറ്റഡ് എന്നാൽ മാറി മാറി എന്നുള്ള അർത്ഥം, ആൾട്ടർനേറ്റഡ് മാറി മാറി എന്നുള്ള അർത്ഥം, ആൾട്ടർനേറ്റഡ് ഇൻ ഗവേണിംഗ് ദ സ്റ്റേറ്റ്, സംസ്ഥാനം മാറി മാറി ഭരിച്ചിട്ടുണ്ട് ഈ രണ്ട് പാർട്ടികളും. ആ രണ്ട് പാർട്ടികളും ഹാവ് ഈക്വലി ഫെയിൽഡ്, രണ്ടുപേരും സമാനമായി ഒരുപോലെ പരാജയപ്പെട്ടു. ടു ഇൻഷുർ, സുരക്ഷ നൽകുന്ന കാര്യത്തിൽ, ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾസ് ലൈഫ്, ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും സമാനമായി ഒരുപോലെ പരാജയപ്പെട്ടു. ആൻഡ് പ്രോപ്പർട്ടി എന്നാൽ സ്വത്ത്, ജനങ്ങളുടെ സ്വത്തും സംരക്ഷിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. ഹി ക്ലെയിംഡ്, അദ്ദേഹം വാദിച്ചു, അദ്ദേഹം പറഞ്ഞു. ഇൻറ്റൻസിഫൈ എന്നാൽ വർദ്ധിച്ചു വരുന്ന എന്നുള്ള അർത്ഥമാണ്. ഈക്വലി എന്നാൽ ഒരുപോലെ, ഇൻഷുർ ഉറപ്പാക്കുക, പ്രൊട്ടക്ഷൻ സംരക്ഷണം. ദ BJP ലീഡർ പോയിൻ്റ് ഔട്ട് എന്നാൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ BJP ലീഡർ പോയിൻ്റ് ഔട്ട്, BJP നേതാവ് ചൂണ്ടിക്കാട്ടി, ദാറ്റ് 5 people, 5 ആളുകൾ, ഹാഡ് ലോസ്റ്റ് ദെയർ ലൈവ്സ്, 5 ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻ വൈൽഡ് ലൈഫ് അറ്റാക്സ്, വന്യജീവി ആക്രമണങ്ങളിൽ. ഇൻ കേരള, കേരളത്തിൽ. ഇൻ ദ പാസ്റ്റ് 2 weeks അലോൺ എന്നാൽ മാത്രം എന്നുള്ള അർത്ഥമാണ് ഇവിടെ. പാസ്റ്റ് എന്നാൽ കഴിഞ്ഞ. കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്കുള്ളിൽ മാത്രം 5 പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന് BJP ലീഡർ ചൂണ്ടിക്കാട്ടി. ഹി ഓൾസോ ക്രിട്ടിസൈസ്ഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തി, വിമർശിച്ചു. പറഞ്ഞുകൊണ്ട്, ദ കൺസേൺഡ് മിനിസ്റ്റർ ഹാഡ് ഷോൺ കൾപ്പബിൾ ഇൻഡിഫറൻസ് ബൈ ഫെയിലിംഗ് ടു ടേക്ക് ആക്ഷൻ. കൾപ്പബിൾ എന്നാൽ കുറ്റകരമായ എന്നുള്ള അർത്ഥമാണ്, കുറ്റപ്പെടുത്താവുന്ന, ശിക്ഷാർഹമായ എന്നൊക്കെയാണ് അർത്ഥം. ഇൻഡിഫറൻസ് എന്നാൽ അർത്ഥം അശ്രദ്ധ, അലക്ഷ്യം, ഇതൊക്കെയാണ് അർത്ഥം, അനാസ്ഥ. ഫെയിലിംഗ് എന്നാൽ പരാജയപ്പെടുന്നു. ടു ടേക്ക് ആക്ഷൻ, നടപടിയെടുക്കുന്ന കാര്യത്തിൽ. കൺസേൺഡ് മിനിസ്റ്റർ എന്നാൽ ഇവിടെ അർത്ഥം ബന്ധപ്പെട്ട മന്ത്രി എന്ന അർത്ഥം, ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി. ഷോൺ എന്നാൽ കാണിച്ചു. കൾപ്പബിൾ ഇൻഡിഫറൻസ് എന്നാൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ എന്നാണ് അർത്ഥം, കുറ്റകരമായിട്ടുള്ള, ശിക്ഷിക്കപ്പെടാവുന്ന തരത്തിലുള്ള അവഗണന കാണിച്ചു എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം, രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ഗവൺമെൻറ്റിനെയും അദ്ദേഹം വിമർശിച്ചു. ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട മന്ത്രി, ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി പരാജയപ്പെട്ടു. ഗുരുതരമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ അദ്ദേഹം കാണിച്ചു എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അദ്ദേഹം വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. റിഫറിങ് ടു ദ ഡെത്ത് ഓഫ് എ വുമൺ, റിഫർ എന്നാൽ അർത്ഥം പരാമർശിക്കുക എന്നുള്ള അർത്ഥം. പരാമർശിച്ചുകൊണ്ട്, ടു ദ ഡെത്ത് ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ മരണത്തെ പരാമർശിച്ചുകൊണ്ട്. ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്, ഇടുക്കി ജില്ലയിലെ ഒരു സ്ത്രീയുടെ മരണത്തെ പരാമർശിച്ചുകൊണ്ട്. ഏർലിയർ ഇൻ ദ ഡേ എന്നാൽ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ എന്നുള്ള അർത്ഥമാണ്. ചന്ദ്രശേഖർ പറഞ്ഞു, ദി ഇൻസിഡൻറ്റ് ഹാഡ് ഷോക്ക്ഡ് കേരള, ഈ സംഭവം കേരളത്തെ ഞെട്ടിത്തരിപ്പിച്ചു. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ഷോക്ക്ഡ് എന്നാൽ ഞെട്ടിപ്പിച്ചു. റിഫേറിംഗ് ടു ദ ഡെത്ത് ഓഫ് എ വുമൺ ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഏർലിയർ ഇൻ ദ ഡേ, അന്നേ ദിവസം
ഇടുക്കി ജില്ലയിൽ ഒരു സ്ത്രീ മരിച്ച സംഭവത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ പരാമർശിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ദി ഇൻസിഡൻറ്റ് ഹാഡ് ഷോക്ക്ഡ് കേരള. ആ സംഭവം കേരളത്തെ ഞെട്ടിച്ചു. ദ ഡെത്ത് ഓഫ് മറയമ്മാൾ ഹു വാസ് അറ്റാക്ഡ് ബൈ എ വൈൽഡ് എലിഫൻറ്റ് വൈൽ ടേക്കിംഗ് ഹെർ സൺ ടു സ്കൂൾ. ദ ഡെത്ത് ഓഫ് മറയമ്മാൾ. മറയമ്മാളിൻ്റെ മരണം, മറയമ്മാൾ എന്ന പേരുള്ള ഈ സ്ത്രീയുടെ മരണം. ആ സ്ത്രീ വാസ് അറ്റാക്ഡ്, ആക്രമിക്കപ്പെട്ടു ബൈ എ വൈൽഡ് എലിഫൻറ്റ്, ഒരു കാട്ടാനയാൽ ആ സ്ത്രീ ആക്രമിക്കപ്പെട്ടു. വൈൽ, അതിനിടയിൽ ടേക്കിംഗ് ഹെർ സൺ ടു സ്കൂൾ, അവളുടെ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ആ സ്ത്രീ കാട്ടാനയാൽ ആക്രമിക്കപ്പെട്ടു. ഷോക്ക് ദ കോൺഷ്യൻസ് ഓഫ് ദ സ്റ്റേറ്റ്. കോൺഷ്യൻസ് എന്നുള്ള അർത്ഥം മനസ്സാക്ഷി എന്നുള്ള അർത്ഥമാണ്. സംസ്ഥാനത്തിൻ്റെ മനസ്സാക്ഷിയെ, സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ മനസ്സാക്ഷിയെ ഈ സംഭവം ഞെട്ടിപ്പിച്ചു, ഇതാണ് അർത്ഥം. ഷോക്ക് ദ കോൺഷ്യൻസ് ഓഫ് ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തിൻ്റെ മനസ്സാക്ഷിയെ ഈ സംഭവം ഞെട്ടിച്ചു. ദ ചൈൽഡ് ഇഞ്ചുവേർഡ്, ആ കുട്ടിക്ക് പരിക്കേറ്റു. ഇൻ ദി അറ്റാക്ക്, ഈ ആക്രമണത്തിൽ കുട്ടിക്ക് പരിക്കേറ്റു. ആ കുട്ടി ഈ സ്റ്റിൽ അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ഹി സെഡ്, ആ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്, അദ്ദേഹം പറഞ്ഞു. ഹി ആഡഡ് ദാറ്റ്, അദ്ദേഹം ചേർത്തു പറഞ്ഞു. പീപ്പിൾ ഇൻ മെനി പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലെ ജനങ്ങൾ വേർ ലിവിങ് ഇൻ ഫിയർ, അവർ ജീവിക്കുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ്, ഭയത്തിലാണ്. ഫിയർ എന്നാൽ ഭയം. ആൻഡ് ദാറ്റ് ദ ഗവൺമെൻറ് ഹാഡ് ഫെയിൽഡ്, ഗവൺമെൻറ് പരാജയപ്പെട്ടു ടു പ്രൊട്ടക്ട് ദെയർ ബേസിക് റൈറ്റ്, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു. ടു ലിവ് സേഫ്ലി ഇൻ ദെയർ ഓൺ വില്ലേജ്, സേഫ്ലി എന്നാൽ സുരക്ഷിതത്വത്തോടെ, ഇൻ ദെയർ ഓൺ വില്ലേജ് എന്നാൽ അവരുടെ സ്വന്തം ഗ്രാമങ്ങളിൽ. അദ്ദേഹം ചേർത്തു പറഞ്ഞു, സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. സ്വന്തം ഗ്രാമങ്ങളിൽ സുരക്ഷിതമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം അത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. സൈറ്റിംഗ് ഫിഗേഴ്സ്, സൈറ്റിംഗ് എന്നാൽ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഫിഗേഴ്സ് എന്നാൽ കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ. ഒബ്റ്റെയിൻ ത്രൂ, ഒബ്റ്റെയിൻ എന്നാൽ നേടിയെടുത്ത എന്നുള്ള അർത്ഥമാണ്. ത്രൂ എന്നാൽ മുഖേന. ത്രൂ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമപ്രകാരം ഉള്ള അവകാശപ്രകാരം ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉദ്ധരിച്ചുകൊണ്ട്, അത് കാണിച്ചുകൊണ്ട് ചന്ദ്രശേഖർ സെഡ്, അദ്ദേഹം പറഞ്ഞു. വൈൽഡ് ലൈഫ് അറ്റാക്സ്, വന്യജീവി ആക്രമണങ്ങൾ. ഹാഡ് ക്ലെയിംഡ്, അത് ക്ലെയിം എന്നാൽ ഇവിടെ ജീവനെടുക്കുക എന്നുള്ള അർത്ഥമാണ്. അവകൾ ജീവനെടുത്തിട്ടുണ്ട്. 1128 ലൈവ്സ്, 1128 ജീവനുകൾ. ആൻഡ് ഇഞ്ചേർഡ്, പരിക്കേൽപ്പിച്ചു. 8480 പീപ്പിൾ, 8480 ആളുകളെ പരിക്കേൽപ്പിച്ചു. ഇൻ കേരള, കേരളത്തിൽ. ഇടയിൽ, ബിറ്റ്വീൻ 2016 ആൻഡ് 2025, 2025ൻ്റെയും 2026ൻ്റെയും ഇടയിൽ കേരളത്തിൽ 1128 ആളുകളുടെ ജീവനെടുത്തു. 8480 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു വന്യജീവി ആക്രമണങ്ങളിൽ. ഇദ്ദേഹം ഈ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിട്ടുള്ള വിവരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ദി MLA സെഡ്, MLA ആയിട്ടുള്ള ചന്ദ്രശേഖർ പറഞ്ഞു. ദാറ്റ് 260 ഡെത്ത്സ്, 260 മരണങ്ങൾ. ഡ്യൂറിങ് ദ പീരിയഡ് വേർ കോസ്ഡ് ബൈ മേജർ വൈൽഡ് അനിമൽസ് സച്ച് ആസ് എലിഫൻസ്, ടൈഗേഴ്സ് ആൻഡ് വൈൽഡ് ബോർസ്. വൈൽഡ് ബോർ എന്നാൽ അർത്ഥം കാട്ടുപന്നി എന്നുള്ള അർത്ഥം. വൈൽഡ് ബോർസ്, കാട്ടുപന്നികൾ. ടൈഗേഴ്സ് എന്നാൽ കടുവകൾ. ഇദ്ദേഹം പറഞ്ഞു, MLA പറഞ്ഞു, ആ കാലയളവിൽ, മുമ്പ് പറഞ്ഞിട്ടുള്ള ആ കാലയളവിൽ ഉണ്ടായിട്ടുള്ള 260 മരണങ്ങൾ, അതിൽ ആന, കടുവ, കാട്ടുപന്നി തുടങ്ങിയ പ്രധാന മൃഗങ്ങളുടെ ആക്രമണമാണ്. ആ ആക്രമണങ്ങളിലാണ് മരണപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. മേജർ എന്നാൽ പ്രധാനപ്പെട്ട എന്നുള്ള അർത്ഥം. കോസ്ഡ് ബൈ എന്നാൽ അർത്ഥം അത് കാരണമുണ്ടായ എന്നുള്ള അർത്ഥമാണ്.
അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹം പറയുന്നത് പ്രകാരം 102 പീപ്പിൾ 102 ആളുകൾ വേർ കിൽഡ് 102 ആളുകൾ കൊല്ലപ്പെട്ടു ഇൻ വൈൽഡ് എലിഫൻറ്റ് അറ്റാക്സ് കാട്ടാനകളുടെ ആക്രമണത്തിൽ 102 ആളുകൾ മരണപ്പെട്ടു ബിറ്റ്വീൻ 2020 ആൻഡ് 2025. 2025-ൻ്റെയും 2020-ൻ്റെയും ഇടയിൽ 102 ആളുകൾ കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വൈൽ അതേസമയം 344 ഡെത്ത്സ് 344 മരണങ്ങൾ ഫ്രം വൈൽഡ് ലൈഫ് അറ്റാക്സ് വന്യജീവി ആക്രമണങ്ങളിൽ 340 മരണങ്ങൾ വേർ റെക്കോർഡ് അത് രേഖപ്പെടുത്തി ബിറ്റ്വീൻ 2021 ആൻഡ് 2025. 2025-ൻ്റെയും 2021-ൻ്റെയും ഇടയിൽ 344 മരണങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ രേഖപ്പെടുത്തി. ചന്ദ്രശേഖർ said the central government had provided states. ചന്ദ്രശേഖർ പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഹാഡ് പ്രൊവൈഡഡ് നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ്സ് സംസ്ഥാനത്തിന് വിത്ത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് സാമ്പത്തിക സഹായം ആൻഡ് പവേഴ്സ് അധികാരങ്ങളും ടു ടേക്കിൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്നാൽ സംഘർഷം മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള ഈ സംഘർഷം ഈ ആക്രമണങ്ങൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ടേക്കിൾ എന്നാൽ തടയുക അത് തടയാൻ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായവും അധികാരങ്ങളും സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ചന്ദ്രശേഖർ പറഞ്ഞു.